വായിക്കാം. വായിക്കല്ല നമ്മൾ അതിൻ്റെ ആയാലും ഹിന്ദുക്കളായിക്കാൻ കാലഘട്ടത്തിൽ അനുവാദിച്ചാണ് അതിനെ സുമാരനായ സാഹചര്യം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയെങ്കിൽ ആ സെക്കൻഡിൽ ഒരു ചാനൽ അപ്പം തന്നെ ചങ്ങനാശ്ശേരിക്ക് വിളിക്കുകയാണ്. ആ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അപ്പം തന്നെ മറുപടി വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ്, അതിൽ നിങ്ങൾ സഹകരിക്കും, ഞങ്ങൾ ഐക്യത്തോടുകൂടി പോകാനാണ് താനെന്ന് സമാധാന സുമാരൻ പറയുന്നു. പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. പിറ്റേ ദിവസത്തെ ചാനൽ കാര്യം എല്ലാം കൂടി അങ്ങോട്ടോടെ അന്ന് ഒരേ മറുപടി. എന്നെ മറ്റുള്ള പലരും എന്നെ തോണ്ടിയിരിക്കുന്ന അവസരം ഞാൻ സീമിന്റെ വണ്ടിയെ കയറി വിട്ടാം, പ്രതിപക്ഷ നേതാക്കൾക്കും കമ്മ്യൂണിസ്റ്റിന് വിട്ടാം. അവർക്കെല്ലാം ചുട്ട മറുപടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി ചങ്ങ നൽകിക്കൊണ്ട് പിൻബലം നൽകിക്കൊണ്ട് എന്നെ കരുത്തനാക്കി നിർത്തിയതാണ് ബന്ധപ്പെട്ട സുമാരൻ. ആ കരുത്തുമായിട്ടാണ് ഞാൻ പോയത്. ആ കരുത്തിനെ കണ്ടുകൂടെ പലരും ഭയപ്പെട്ടു. പലരും രാഷ്ട്രീയ അന്തരീക്ഷം എന്താകും എന്ന് ഭയന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരുപാട് ഉൾക്കൊള്ളികളുണ്ടായി. അങ്ങനെ ഈ ഐക്യത്തിന് വ്യക്തിപരമായി എനിക്കും വളരെ പിൻബലം തന്നുവെന്ന് മാത്രമല്ല, എന്റെ മകനെ അദ്ദേഹത്തിന്റെ മകനെ കൂടി സ്നേഹിക്കുന്നവരെ പരസ്യമായി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. അങ്ങനെ ഒരുപാട് നീക്കി തന്നു. അതാണ് സുകുമാരൻ നായർ. കാരണം അദ്ദേഹം പറഞ്ഞൊരു സാമൂഹ്യ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജാവ് നഗ്നനാണെന്ന് പറയണമെങ്കിൽ നിഷ്കളങ്കനായ കുട്ടിക്ക് സാധിക്കൂ. അതുപോലെ നിഷ്കളങ്കനായ സുകുമാരൻ നായർ. ഈ ഐക്യം കാലഘട്ടത്തിൽ വേണമെന്നുള്ള ചിന്തയും ഭാവനയും ആഗ്രഹവും ഈ സമുദായ അംഗങ്ങളിടയിലുണ്ടെന്നുള്ള ഉള്ളുള്ളി മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായി അദ്ദേഹം തുറന്നെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മളോടുകൂടി ഐക്യത്തിൽ ചില ഉപാധികൾ നമ്മുടേതായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ടുണ്ട് മുമ്പോട്ട് പോകാനുള്ള ചില തീരുമാനങ്ങൾ എടുത്തു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിച്ചറിയിച്ചു. എന്നിട്ട് അവർ തുഷാറിനെ സ്ഥലത്തില്ല, യോഗം വൈസ് പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയിരുന്നത് 2-3 ദിവസം നമ്മൾ കഴിഞ്ഞ് കാണണം. ആയിക്കോട്ടെ, ഞങ്ങളെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു അംഗീകാരം കിട്ടിയിട്ട് നമുക്ക് കാണാം എന്നോട് പറഞ്ഞ് സന്തോഷമായി ഞാൻ